ഹോളി ആഘോഷം ഉത്തരേന്ത്യയിൽ തകൃതിയായി നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലാണ് ഗലികളിൽ, അതായത് ഡൽഹിയുടെ തന്നെ ഹൃദയമായിട്ടുള്ള ഗലികളിൽ ഹോളി ആഘോഷം നടക്കുന്നത് എന്ന്. വളരെ ഭീകരമായിട്ടുള്ള ആഘോഷം എന്ന് പറയാൻ സാധിക്കും. വർണ്ണ കൂടി വിതറിയിട്ട് അനുവേട്ട എന്താ അവസ്ഥ? ഗംഭീര ആഘോഷമാണ്, അടിച്ചുപൊളിയാണ്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നിറങ്ങളിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോ മഴവിൽ കളറിൽ തിളങ്ങുന്നുണ്ട്. എന്താ അവസ്ഥ? അടിപൊളിയാണ്. രാവിലെ തുടങ്ങിയതാണ്. ആ കുട്ടികളൊക്കെ വന്നിട്ട് ആഘോഷമാണ്. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. കാരണം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയായപ്പോൾ അതുകൊണ്ട് ആളുകളെല്ലാം പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രത്തോളം എന്താ പറയാ നിറങ്ങളാൽ വാരി പൊതിയും നമ്മളെ. അത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ ആ രീതിയിലാണ് ഹോളി ആഘോഷിക്കുക. അത് തന്നെയാണ് ഈ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയ്യ ഹാപ്പി ഹോളി. हैप्पी होली। हैप्पी होली। कैसे चल रहे हैं सब? बहुत अच्छे चल रहा है। हैप्पी होली, हैप्पी होली, हैप्पी होली, हैप्पी होली. എല്ലാവർക്കും സുഖം. എല്ലാവർക്കും മലയാളം. ആ മലയാളിയാ. ഹാപ്പി ഹോലി, ഹാപ്പി ഹോലി, ഹാപ്പി ഹോലി. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ വർണ്ണങ്ങൾ കൊണ്ടുള്ള ആഘോഷത്തെ കൂടുതൽ കളറാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. വാട്ടർ ഗണ്ണുണ്ട്, വാട്ടർ ബലൂണുകളുണ്ട്, ഈ കളർ സ്പ്രേ ഉണ്ട്, അതുപോലെ തന്നെ വിവിധ നിറത്തിലുള്ള വർണ്ണപ്പൊടികളുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ആഘോഷം വലിയ രീതിയിൽ ഒരു കളറാക്കി മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഗലികളിൽ ആഘോഷങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈ ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി ബൈ, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി ബൈ. बहुत बढ़िया, आनंद आ रहा है, आनंद आ रहा है. हैप्पी होली, हैप्पी होली. ഡൽഹി നഗരങ്ങൾക്കപ്പുറം ഇങ്ങനെ ഡൽഹിയുടെ തന്നെ ഹൃദയമായിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളിൽ പോലും ചെറിയ ചെറിയ ഗലികളിൽ പോലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അത് തന്നെയാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഏറ്റവും വലിയൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗമെന്ന് പറയാം. ഈ കാലത്ത് വർണ്ണങ്ങളുടെ പേരിൽ തന്നെ വിവേചനം നടക്കുന്ന സമയത്ത് അതേ വർണ്ണങ്ങൾ കൊണ്ട്, പലതരം വർണ്ണങ്ങൾ കൊണ്ട് സ്നേഹവും സാഹോദര്യവുമെല്ലാം ആഘോഷിക്കപ്പെടുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഡൽഹിയിൽ നിന്നും വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പിലാംബ്രം, മാതൃഭൂമി ന്യൂസ്.